നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തകൻ അഹ്മദ് അബു ഐഷ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഗസ. പാലസ്തീൻ ടുഡേ TV ചാനലിലെ മാധ്യമപ്രവർത്തകൻ അഹ്മദ് അബു ഐഷ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മധ്യ ഗസയിലെ അൽ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തന്റെ വീടിന് മുന്നിലാണ് ആക്രമണം നടന്നത്. പ്രാദേശിക പൗരന്മാരും മാധ്യമപ്രവർത്തകരുമാണ് സംഭവത്തെക്കുറിച്ചുള്ള വിവരം സ്ഥിരീകരിച്ചത്. ഇസ്രായേലിന്റെ ഡ്രോണുകൾ അഹമ്മദിനെ നേരിട്ട് ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. അതിനുശേഷം ഗുരുതരമായി പരിക്കേറ്റ അഹമ്മദ് സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നു. അഹ്മദ് അബു ഐഷ ഗസയിൽ ഏറെ ശ്രദ്ധ നേടിയ മാധ്യമപ്രവർത്തകനായിരുന്നു. യുദ്ധത്തിലെ മനുഷ്യാവകാശ ലംഘനങ്ങളും സാധാരണ ജനങ്ങളുടെ ദുരിതങ്ങളും നേരിട്ട് വിവരിക്കുന്നതിനായി ജീവിതം പണയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അഹ്മദ് അബു ഐഷയുടെ മരണത്തിൽ വിവിധ അന്താരാഷ്ട്ര മാധ്യമ സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും ശക്തമായി പ്രതികരിച്ചു. റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ്, നാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റ് എന്നിവ ഈ സംഭവത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ കടുത്ത ആക്രമണമായി വിലയിരുത്തി. ഐക്യരാഷ്ട്ര സംഘടനയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ ഒരു അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. അഹമ്മദ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നതാണ് ഒരു ക്യാമറയും കുറെ കുറിപ്പുകളും. വാർത്താവിനിമയത്തിനായി ജീവൻ വരെ പണയപ്പെടുത്തിയ അഹമ്മദിന്റെ ജീവിതം ഇന്ന് ലോകമാകെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. NBN ഇന്ത്യയുടെ അനുശോചനം. മാധ്യമ പ്രവർത്തകരെ നേരിട്ട് ലക്ഷ്യമിട്ട് കൊല്ലുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ പകപോക്കലാണ്. അഹ്മദ് അബു ഐഷയുടെ മരണത്തിൽ NBN ഇന്ത്യയുടെ ആദരാഞ്ജലികൾ. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ